നമുക്കിന്ന് മതസ്ഥാപകതയെക്കുറിച്ചും നമ്മൾ പാവം മനുഷ്യരെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. മതസ്ഥാപകർ നമ്മുടെ കണക്കനുസരിച്ച് നൂറുകണക്കിന്, ഞാൻ ആയിരക്കണക്കിനൊന്നും പറയുന്നില്ല, നൂറുകണക്കിന് മതങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട്. ഇന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മുതൽ ഓരോ രാജ്യങ്ങളിലും ഓരോ വിവിധതരം ദൈവങ്ങൾ, അവ സ്ഥാപിച്ച മതസ്ഥാപകർ. നമുക്കും അവർക്കുമായിട്ട് എന്താണ് വ്യത്യാസം? നമ്മൾ മനുഷ്യർ, പാവങ്ങൾ. അവർ മതസ്ഥാപകർ വ്യത്യസ്തർ. അവരെ പ്രസവിച്ചത് അമ്മ തന്നെ. അവർക്കും അച്ഛനുണ്ടായിരുന്നു. നമുക്കും ജന്മം തന്നത് അച്ഛനും അമ്മയും തന്നെയാണ്. എന്താണ് അവർക്ക് നമുക്കുമായിട്ടുള്ള വ്യത്യാസം? അവരുടെ ഭാവനകൾക്കും നമ്മുടെ ഭാവനകൾക്കും വ്യത്യാസമുണ്ടോ? അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ സങ്കല്പങ്ങളും നമ്മുടെ സങ്കല്പങ്ങളും ഒന്ന് തന്നെ. നമ്മൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഭൗതികമായും, ആത്മീയമായി ചിന്തിക്കുമ്പോൾ ആത്മീയമായും നമുക്ക് അനേകം ഭാവനകൾ കിട്ടും, സങ്കല്പങ്ങൾ കിട്ടും. അനേകം സ്വർഗങ്ങൾ കിട്ടും, അനേകം നഗരങ്ങളെ കിട്ടും. അനേകം സ്വർഗങ്ങളിലെ ജീവിത രീതിയും ആ സ്വർഗത്തെക്കുറിച്ച് അനേക ഭാവനകൾ നമുക്കുണ്ടാക്കാൻ പറ്റും. അനേകം നരകങ്ങളെക്കുറിച്ച് നമുക്ക് ഭാവനകൾ ഉണ്ടാക്കാൻ കഴിയും. എൻ്റെ മുഖം മാത്രം കാണാതെ നമുക്ക് പ്രകൃതിയോട് നോക്കി ഒന്ന് ചുറ്റിക്കിറങ്ങി സംസാരിക്കാം. ഓക്കെ, നമുക്ക് ചിന്തിക്കേണ്ട വിഷയം, അവർ സങ്കല്പിച്ചതുപോലെ, ഈ മതസ്ഥാപകർ സങ്കല്പിച്ച് സ്വർഗവും നരകവും ഉണ്ടാക്കിയതുപോലെ നമുക്കും ഉണ്ടാക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തീർച്ചയായിട്ടും കഴിയും. മതസ്ഥാപകർ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ സ്വർഗവും അവർ സ്വർഗത്തിൽ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായ സങ്കല്പങ്ങൾ നമുക്കും ഉണ്ടാക്കാം. ഒന്ന് ശ്രമിച്ചു നോക്ക്, എല്ലാവരും ശ്രമിച്ചു നോക്ക്. എല്ലാവർക്കും ഒരു മതം ഉണ്ടാക്കാം, എല്ലാവർക്കും ഒരു ദൈവത്തെയും ഉണ്ടാക്കാം. ഓരോ മതസ്ഥാപകർ അവരുണ്ടാക്കി വയ്ക്കുന്ന സങ്കല്പങ്ങളുടെ പുറകെ പോകുന്ന മണ്ടന്മാരായ മനുഷ്യർ. എന്നിട്ട് അവരെന്താണ് നേടുന്നത്? ഈ പോകുന്നവർ എന്താണ് നേടുന്നത്? അവരെ അനുസരിച്ച്, അവരെ പുറകെ, അവരെ വിശ്വസിച്ച്, അവർ പറഞ്ഞത് സത്യമാണെന്ന് കരുതി അതിനെ പുറകെ പോകുന്ന അവർ എന്താണ് വ്യത്യാസമുള്ളത്? അവരെന്താണ് നേടുന്നത്? അവരുടെ പുറകെ പോകുമ്പോൾ നമ്മുടേതായ ആയുസ്, നമുക്ക് ജന്മന പാരമ്പര്യം കൊണ്ടും നമ്മുടെ ആഹാര രീതി കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ എക്സർസൈസ്, ദിനചര്യകൾ കൊണ്ടും നമ്മൾ സ്വന്തമായി നേടിയെടുക്കുന്ന ചില പ്രത്യേക ആരോഗ്യ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം
ഈ മതസ്ഥാപകർ പറഞ്ഞ അതിന് പുറകെ പോകുമ്പോൾ നമ്മളെ നഷ്ടപ്പെടുത്തി കളയാണ്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അവരെ വാക്ക് കേട്ട് പോകുമ്പോൾ നമ്മുടെ ആയുസ് കുറയുന്നു, നമ്മൾ കൊല്ലപ്പെടുന്നു. ഒന്നിൽ തമ്മിലടിച്ച്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് അവർക്ക് പ്രീതിപ്പെടുത്താൻ അവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. നമ്മൾ മതം മാറ്റാൻ ശ്രമിക്കുന്നു. അവിടെ ഒരു വിഭാഗക്കാർ, അതിന് താല്പര്യമില്ലാത്തവർ നമ്മെ തല്ലിക്കൊല്ലുന്നു. അതല്ലെങ്കിൽ ആ മതസ്ഥാപകൻ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. നമുക്ക് സ്വർഗത്തിൽ പോകാം, അങ്ങേര് പറഞ്ഞതനുസരിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാമല്ലോ എന്ന് കരുതി നമ്മൾ പലതും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ആരുടെയെങ്കിലും കയ്യാൽ കൊല്ലപ്പെടുക. ആരുടെയെങ്കിലും കയ്യാൽ നമ്മൾ കൊല്ലപ്പെടുകയും നാം 90 വയസ്സ് വരെ, 100 വയസ്സ് വരെ, 110 വയസ്സ് വരെ നമ്മുടെ മക്കളുടെയും അവരുടെ എല്ലാ ജീവിത രീതി കണ്ട് ആസ്വദിച്ച്, മരണവും ആസ്വദിച്ച് മരിക്കേണ്ടതായ നമ്മൾ എന്തു ചെയ്യുന്നു? 80, 70, 75, 40, 50 വയസ്സിലൊക്കെ നമ്മൾ കൊല്ലപ്പെടുന്നു. ആരുടെങ്കിലും കയ്യാൽ കൊല്ലപ്പെടുന്നു. മതം സ്ഥാപിച്ചവരും മണ്ണായിപ്പോയി, നമ്മളും മണ്ണായി പോകുന്നു. നമ്മളും ഭൂമിയിൽ ജീവിക്കുന്നു, മക്കൾക്ക് ജന്മം കൊടുക്കുന്നു, തലമുറകൾ നിലനിർത്തുന്നു. അവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ആരെങ്കിലും ചിലർ വ്യത്യസ്തമായ രീതിയിലായിരിക്കാം, പല കഥകളുണ്ടാക്കിയിരിക്കാം. എന്തായിക്കോട്ടെ, അതെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ഗാഢമായി ശരിയായ രീതിയിൽ ചിന്തിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവർക്കും നമുക്കും ഒരു വ്യത്യാസവുമില്ല. അവരും മനുഷ്യർ തന്നെ, നമ്മളും മനുഷ്യർ തന്നെ. നമ്മൾക്ക് അമ്മ ജന്മം തരുന്നു, നമ്മൾ പാല് കൂട്ടി കുടിക്കുന്നു, നമ്മൾ ഈ പ്രകൃതിയിലെ ആഹാരം കൊണ്ട് വളരുന്നു, നമ്മളും മരണപ്പെടുന്നു, മണ്ണായി മാറുന്നു. അവർക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഫലം കിട്ടി. പലർക്കും, പല മതസ്ഥാപകർക്കും അവരുടെ പ്രവൃത്തിക്ക് നമ്മളെ പറ്റിച്ചു എന്നുള്ള, മനുഷ്യനെ പറ്റിച്ചു, തലമുറകൾ പറ്റിച്ചു, വഞ്ചിച്ചു എന്നുള്ളതിന് അവർക്ക് നമ്മളെക്കാൾ വലിയ ശിക്ഷ അവർക്ക് കിട്ടി. അത് പ്രകൃതി കൊടുക്കുന്നതാണ്. നമ്മളെയും ശിക്ഷിക്കുന്നത് പ്രകൃതിയാണ്. നിങ്ങളൊരു കുറ്റം ചെയ്താൽ ഇവിടെ ശിക്ഷിക്കുന്നത് പ്രകൃതിയാണ്. അവൻ കിടപ്പിലാകുന്നു, അവൻ രോഗിയായി മാറുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും നരകിച്ച് വേദനിച്ച് മരിക്കുന്നു. അത് പ്രകൃതി കൊടുക്കുന്ന ശിക്ഷയാണ്. ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലവരായി ജീവിച്ചു നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾ അത്രയും കഷ്ടത അനുഭവിക്കാതെ തന്നെ മരിക്കും. ഇവിടെ ഓരോ കുറ്റം ചെയ്യുന്നവർ മരണപ്പെടുന്ന രീതി നമ്മൾ ധാരാളം കാണുന്നതാണ്. മതസ്ഥാപകരുടെ പുറകെ പോയാൽ മനുഷ്യൻ്റെ ആയുസ്, മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെ കുറയുന്നു? മറ്റുള്ളവരുടെ കയ്യാൽ കൊല്ലപ്പെടുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ചിന്തിച്ചു നോക്ക്. ഓരോ മതസ്ഥാപകർ പറയുന്നു, അതനുസരിക്കുന്നു. അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കി.
ചിന്തിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നു. നിങ്ങൾ ചിന്തിക്കുക. ഞാൻ കുറച്ചും കൂടി വിശദമായ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ അസൗകര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിട്ടുതന്നിരിക്കുന്നു. ഞാൻ മറ്റൊരു വീഡിയോ ആയി അധികം താമസിയാതെ തന്നെ വരാം. ഓക്കെ, ബൈ. തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി വിടുന്നു.